ആപ്പിൾ ഈ വർഷം പുതിയ 16 സീരീസിനോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്ത ആക്സസറീസുകളിൽ ഒന്നാണ് എയർപോഡ്സ്. ഇത് എയർപോഡ്സ് 4th ജനറേഷൻ. അപ്പോൾ എയർപോഡ്സ് 4th ജനറേഷൻ്റെ ഒരു അൺബോക്സിങ്ങും ഈ ഒരു എയർപോഡ്സ് 4th ജനറേഷൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ എയർപോഡ്സ് 3rd ജനറേഷനിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതുമായിട്ടുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സകല ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആപ്പിളിൻ്റെ കറണ്ട് എയർപോഡ് ലൈനപ്പ് നോക്കിയാൽ മനസ്സിലാവും. 4th ജനറേഷൻ 2 ഉണ്ട്, വിത്ത് ആൻഡ് വിത്തൗട്ട് ANC. പിന്നെ എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ ആൻഡ് എയർപോഡ് മാക്സ്. ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഈ വർഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഇതിൻ്റെ ബേസ് മോഡൽ വിത്തൗട്ട് ANC മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 12,900 ഇത് എയർപോഡ്സ് വിത്ത് ANC ആണ്. 4th ജനറേഷൻ എയർപോഡ്സ് വിത്ത് ANC ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,900 ആണ്. ആപ്പിൾ ആക്ച്വലി ഈ ഒരു എയർപോഡ്സ് 4th ജനറേഷൻ 2 രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കറണ്ട് ലൈനപ്പിൽ ഉണ്ടായിരുന്ന 2 പ്രോഡക്റ്റുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ആക്സസറീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് മറ്റൊന്നുമല്ല, എയർപോഡ്സ് 2nd ജനറേഷനും 3rd ജനറേഷനും. സോ അതിൻ്റെ 2ന്റെ റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ആപ്പിൾ വിത്ത് ആൻഡ് വിത്തൗട്ട് ANC എയർപോഡ്സ് 4th ജനറേഷൻ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ കാര്യം ബോക്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിൽ വലിയ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു കാര്യമില്ല, എങ്കിലും നോട്ടീസ് ചെയ്തുകൊണ്ട് പറയാമെന്ന് കരുതി. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് എയർപോഡ്സ് 3rd ജനറേഷൻ്റെ ബോക്സാണ്. അതാണ് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയർപോഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് എയർപോഡ്സ് 3rd ജനറേഷൻ. അതും ഇതും തമ്മിലുള്ള സൈസ് കമ്പാരിസണാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്രത്തോളം വ്യത്യാസമാണ് ഈ ഒരു പാക്കേജിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ബോക്സിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഈ ചെറിയ ബോക്സ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസും വളരെ ചെറുതാണ്. കമ്പാരിറ്റീവ്ലി ഈ ഒരു 3rd ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതോടൊപ്പം തന്നെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കേബിളില്ല, ചാർജിങ് കേബിളില്ല. പഴയ പോലെ തന്നെ എയർപോഡ്സിന് ഒരു മോഡൽ ഇമേജ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ആപ്പിൾ ലോഗോ, ബാക്കിൽ എയർപോഡ്സ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബോക്സിൻ്റെ ബാക്കിലും നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈസി ടു ഐഡൻറ്റിഫൈ. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ ഞാനിത് പീൽ ഓഫ് ചെയ്യുവാണ്. ഇതിനകത്ത് പാംഫ്ലിപ്പ് ഉണ്ട്. അതിൽ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറയുന്ന ആ ഒരു റൈറ്റിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥിരം പാംഫ്ലിപ്പ് വരുന്നത്. ഇതിനകത്ത് ഇതൊരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനുള്ള എയർപോഡ്സ് ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പിന്നെയാണ് നമ്മളുടെ ഡിവൈസ്. ആ ഡിവൈസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് കേബിളില്ല, അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു പാക്കേജിങ് നമുക്ക് ലഭിച്ചേക്കുന്നത്. ഇനി ഈ 2 ഡിവൈസുകൾ തമ്മിലുള്ള സൈസ് കമ്പാരിസണിൽ തുടങ്ങാം. ഇത് എയർപോഡ്സ് 3rd ജനറേഷൻ, എയർപോഡ്സ് 4th ജനറേഷൻ. ഈ 2 കേസുകൾ തമ്മിൽ വെച്ച് നോക്കുമ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമാണ് ഈ ഒരു 4th ജനറേഷനിലേക്ക് വന്നപ്പം ആപ്പിൾ മാറ്റിയേക്കുന്നത്. ഇനി സൈഡിൽ വെച്ച് നോക്കുമ്പം എനിക്ക് ആ ഒരു തിക്നെസ്സിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. ഫ്രണ്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ ആ ഒരു കുത്ത് കാണാൻ സാധിക്കത്തില്ല, അതായത് LED ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഡിവൈസ് പോപ്പപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഈ ഒരു പ്ലാസ്റ്റിക് ബോഡിക്കകത്താണ് LED ആപ്പിൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തെ പോലെ പ്ലാസ്റ്റിക് ബോഡിയുടെ വെളിയിലല്ല, അകത്തായിട്ടാണ് എംബഡി ചെയ്തേക്കുവാണ് LED. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ അല്ലെങ്കിൽ വെളിയിൽ നോക്കുമ്പോൾ ആ ഒരു LED ഇൻഡിക്കേഷൻ കാണാത്തത്. താഴെയാണ് വലിയ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ഫൈൻഡ് മൈ എനേബിൾ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ, കേസുകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിൽ നമുക്കറിയാം എയർപോഡ്സ് പ്രോ 2nd ജനറേഷനിലും ഇതേ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കേസിന് ഓവറോൾ ഒരു സ്പീക്കർ, ആപ്പിൾ ബിൽറ്റ് ഇൻ സ്പീക്കർ കേസിന് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് കേട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ടൈപ്പ് C പോർട്ടാണ്. അപ്പോൾ ആപ്പിളിൻ്റെ ആക്സസറീസിലും ഇപ്പം കംപ്ലീറ്റ്ലി ഒരു ടൈപ്പ് സിയിലേക്ക് കടന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡിവൈസ് പെയർ ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ടായിരുന്നു, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് എയർപോഡ്സ് പ്രോയിലും 3rd ജനറേഷനിലുള്ള ആ ഒരു പെയറിംഗ് ബട്ടൺ. ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താലാണ് നമുക്ക് ഡിവൈസിൽ പോപ്പപ്പ് ആകുന്നത് അല്ലെങ്കിൽ പെയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പം 4th ജനറേഷനിലേക്ക് വന്നപ്പോൾ അതും എടുത്ത് കളഞ്ഞു. കാരണം ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റീവ് ബട്ടണാണ് ആപ്പിൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ കൊടുത്തേക്കുന്നത്. ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡിവൈസ് പെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പെയറിംഗ് പ്രോസസ്സ് എല്ലാം പഴയ പോലെ തന്നെ. ഇനി ഈ ഒരു കേസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ആപ്പിൾ മാഗ്സേഫ് സപ്പോർട്ട് റിമൂവ് ചെയ്തേക്കുന്നു. എയർപോഡ്സ് 3rd ജനറേഷനിൽ നമുക്ക് മാഗ്സേഫ് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാഗ്സേഫ് ചാർജറിൽ നമുക്ക് എയർപോഡ്സ് 3rd ജനറേഷൻ വെച്ച് ചാർജ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആൻഡ് അതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമായിരുന്നു. എന്നാൽ 4th ജനറേഷനിലേക്ക് വന്നപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയൊരു ഫോം ഫാക്ടർ ആയതുകൊണ്ടാകാം ആപ്പിൾ ആ ഒരു മാഗ്സേഫ് സപ്പോർട്ട് റിമൂവ് ചെയ്തേക്കുവാണ്. പകരം ആപ്പിൾ വാച്ചിൻ്റെ ചാർജർ, നിങ്ങൾ ആപ്പിൾ വാച്ച് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാർജർ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എയർപോഡ്സ് 4th ജനറേഷൻ ഇപ്പോൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ
അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം അത് താഴെ പോകാതെ അവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എയർപോഡ്സ് 4th ജനറേഷനും 3rd ജനറേഷനും എയർപോഡ്സ് പ്രോയും തമ്മിലുള്ള എക്സ്റ്റേണലി ഉണ്ടായേക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസൈനാണ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പം വിചാരിക്കും ഇത് സെയിം ഡിസൈനാണ്, സെയിം ഷേപ്പും കാര്യങ്ങളുമാണ്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ഡിഫറൻസ് കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മാക്സിമം ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. അതായത് ഒന്നാമത്തെ കാര്യം ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഹെഡിൻ്റെ ഡിസൈനിൽ ആപ്പിൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ കാണുന്ന പോലെയല്ല, ആ ഒരു ഓവൽ ഷേപ്പാണ് 3rd ജനറേഷൻ ഉള്ളത്. ആ ഒരു ഓവൽ ഷേപ്പിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഷാർപ്പനായിട്ടുള്ള ഈ താഴത്തേക്ക് വരും ബോട്ടത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കർവ് ചെയ്ത് മേളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം പ്യുവറായിട്ടുള്ള ഒരു ഓവൽ ഡിസൈനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ 4th ജനറേഷനിൽ കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് ആ ഒരു ഡിസൈനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം ആപ്പിൾ തന്നെ ആ ഒരു ഇവൻറ്റിൽ പറഞ്ഞാണ്. ലക്ഷക്കണക്കിന് വരുന്ന ചെവിയുടെ ആ ഒരു സ്ട്രക്ചർ അവർ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ഇയർബഡിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ എയർപോഡ്സ് 4th ജനറേഷൻ്റെ ഈ ഒരു ഹെഡ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് എല്ലാവരുടെയും ചെവിയുടെ ഇയർ കനാലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സെയിം അല്ല, എല്ലാവരുടെയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ബഡ് ഡിസൈനിൽ വരുന്ന എയർപോഡുകൾ ചില ആളുകളുടെ ചെവിയിൽ ഫിറ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പം എനിക്ക് പേഴ്സണലി ബഡ് ഡിസൈൻ ഒന്നാമത്തെ കാര്യം ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം ഈ ചെവിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആകാതിരിക്കുന്നു എന്നുള്ള റീസൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതാണ് 3rd ജനറേഷൻ, കാരണം ബഡ് ഇല്ലാത്ത ടൈപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിറ്റ്നസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ചില ആളുകളുടെ ചെവിയിൽ എയർപോഡ്സ് വെച്ച് ചെയ്യുമ്പോൾ, ഇപ്പം എയർപോഡ്സ് 3rd ജനറേഷൻ വെച്ച് തരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഹെഡ് ഷെയ്ക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയോ ചെയ്താൽ ഈ ഒരു ബഡ് തെറിച്ച് താഴെ പോകും. എന്നാൽ എനിക്ക് പേഴ്സണലി ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഈ 3rd ജനറേഷൻ എയർപോഡ്സ് എൻ്റെ ചെവിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരുന്നത്. 4th വന്നപ്പം അത് അതിനേക്കാളും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു എയർപോഡ്സ് 4th ജനറേഷൻ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ ഇയർ കനാലിലേക്ക് ഇറങ്ങി ഇരിപ്പുണ്ട്. അതാണ് അതിനകത്ത് എനിക്ക് തോന്നിയൊരു ഡിഫറൻസ്, ഫിറ്റിങ്ങിനകത്ത് തോന്നിയ ഡിഫറൻസ് ഈ 3rd ജനറേഷനും 4th ജനറേഷനും. അതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് വെച്ചാൽ ANC ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നമുക്കറിയാം എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്കാകത്തില്ല. പക്ഷേ ഇങ്ങനൊരു ഡിസൈൻ ഈ ഒരു സ്റ്റെമ്മിൽ കൊണ്ടുവന്നേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിലേക്ക് ഇറങ്ങി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ANC ആക്ടിവേറ്റ് ചെയ്തപ്പം വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം നല്ല രീതിയിൽ ഔട്ട്സൈഡ് നോയ്സിനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കീ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം വെൻറ്റുകളുടെ എണ്ണമാണ്. നിങ്ങൾക്ക് സൈഡിൽ വെൻ്റുണ്ട്, നമ്മുടെ ഡിസൈനിൽ വന്നേക്കുന്ന ചേഞ്ചസ് കാണാം. 4th ജനറേഷൻ്റെ മുകളിലായിട്ടാണ് ഒരു വെൻറ്റ് കാണാൻ സാധിക്കുന്നത്. ഈ ബാക്കിലുണ്ട്. പിന്നെ താഴെ നമുക്ക് മൈക്രോഫോൺ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇംപ്രൂവ്ഡ് മൈക്രോഫോണാണ്. അതുപോലെ ANCനെ സപ്പോർട്ട് ചെയ്യുന്ന വെളിയിൽ നിന്നുള്ള ഓഡിയോ കട്ട് ചെയ്യാനുള്ള മറ്റൊരു മൈക്രോഫോൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ വെൻറ്റുകൾ ഈ ഒരു പ്രഷർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഈ ഒരു നിങ്ങൾ ഈ കാണുന്ന സ്റ്റെമ്മിൻ്റെ കാര്യത്തിലാണ്. ഈ സ്റ്റെമ്മിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം, അതായത് സ്റ്റെമ്മിൻ്റെ വലുപ്പം സ്വല്പം കുറച്ചിട്ടുണ്ട്. ചെറിയ സ്റ്റെമ്മാണ് ഇതിൽ 4th ജനറേഷൻ ഉള്ളത്. പിന്നെ ടച്ച് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 4th ജനറേഷൻ കേസാണ്. അതിൽ 3rd ജനറേഷൻ്റെ ഈ ഒരു ബഡ് അതിൽ പ്ലേസ് ഇരിക്കും, സ്യൂട്ടായിട്ട് ഇരിക്കും. പക്ഷേ അടയ്ക്കാൻ നോക്കി കഴിയുമ്പോൾ ലിഡ് ക്ലോസ് ആകത്തില്ല കംപ്ലീറ്റ്ലി. നിങ്ങൾക്ക് അവിടെ കാണാം, ആ ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. എന്നാൽ എയർപോഡ്സ് 4th ജനറേഷൻ നമുക്ക് 3rd ജനറേഷൻ്റെ കേസിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും, പക്ഷേ അവിടെയും നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എയർപോഡ്സ് 4th ജനറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻറ്റേർണലി വരുന്ന H2 ചിപ്പാണ്. H2 ചിപ്പ് വളരെ പവർഫുൾ ആണ്. കാരണം എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ വന്നിരിക്കുന്ന സെയിം ചിപ്പ് തന്നെയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ANC നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം വോയിസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അതേ സെയിം ഫീച്ചർ, ട്രാൻസ്പെറൻസി മോഡ്, അതോടൊപ്പം അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്ന ഫീച്ചർ. പിന്നെ ഇത് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിമഴ, ചാറ്റൽ മഴ അല്ലെങ്കിൽ സ്വെറ്റ് ഇതൊക്കെ ഇത് വലിയ കുഴപ്പമില്ലാതെ താങ്ങിക്കോളും. പക്ഷേ നിങ്ങൾ എത്ര വെള്ളത്തിൽ അല്ലെങ്കിൽ സ്വെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എയർപോഡ്സ് ഈ ചാർജിങ് കേസിലേക്ക് വെക്കുന്നതിന് മുന്നേ അത് ക്ലീൻ ചെയ്തിട്ടേ വെക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചാർജിങ് കേസിൻ്റെ താഴെ ഒരു ബാറ്ററി കണക്ടർ കാണാൻ സാധിക്കും. അതിലേക്ക് വെച്ച് കഴിയുമ്പോഴാണ് നമ്മളെ സ്റ്റെമ്മ് അതിലേക്ക് കണക്ട് ചെയ്ത് നമ്മളുടെ ഡിവൈസ് ചാർജ് ആണ്. അത് കംപ്ലൈൻ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ ഈ കേസിനകത്തോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇതിൽ വരുന്ന ഒരു ഇംപ്രൂവ്ഡ് ഓഡിയോ ഡ്രൈവറാണ്. എയർപോഡ്സ് പ്രോ 2nd ജനറേഷനിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് ഡ്രൈവറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രീവിയസ് ജനറേഷനേക്കാൾ 3rd ജനറേഷൻ 2nd ജനറേഷനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് എയർപോഡ്സ് 4th ജനറേഷനിൽ ലഭിക്കുന്നു. ഇനി ഈ ഒരു എയർപോഡ്സിൻ്റെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ നിന്ന് തന്നെ എല്ലാ എയർപോർട്ട്സും നമുക്ക് ഇങ്ങനെ സെറ്റിങ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിൽ എയർപോർട്ട്സ് പ്രോയിൽ നമ്മൾ കാണുന്ന അതേ സെറ്റിങ്സ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. നോയിസ് കൺട്രോൾ, കോൺവെർസേഷണൽ അവയർനെസ്, സ്പേഷ്യൽ ഓഡിയോ. ഇനി ഇതിൽ ഈ നോയിസ് കൺട്രോൾ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ബാക്കി ഫീച്ചേഴ്സും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന്, നമുക്ക് ഈ ഒരു ഫീച്ചർ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ട്രാൻസ്പെറൻസി മോഡ്, അഡാപ്റ്റീവ് ഓഡിയോ, നോയിസ് ക്യാൻസലേഷൻ, ഈ 3 ഫീച്ചേഴ്സ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഇവിടുന്ന് മാത്രമല്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സെറ്റിങ്സിൽ നിന്നും സെറ്റിങ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം എയർപോർട്ട്സിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടാബ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എയർപോർട്ട്സിൻ്റെ പേര് റീനെയിം ചെയ്യാൻ സാധിക്കും. നോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിംഗ് നമുക്ക് ഇവിടെ എനേബിൾഡ് ആണ്. താഴത്തേക്ക് പോകുമ്പോൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ എന്തൊക്കെ കൺട്രോൾസ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കോൾ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോൺവെർസേഷണൽ അവയർനെസ്, അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്ന ഫീച്ചർ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. താഴത്തേക്ക് പോകുമ്പോൾ ഹെഡ് ജസ്റ്റേഴ്സ്, നമുക്കറിയാം കോൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനുള്ള ഫീച്ചറാണത്. അതുപോലെ ഫൈൻ മേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഈ നോയിസ് കൺട്രോൾ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറയുന്നത് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എയർപോർട്ട്സ് വെച്ചിരിക്കുമ്പോൾ ചെവിയിലുള്ളപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കേൾക്കാം, നമുക്ക് അതോടൊപ്പം തന്നെ നമ്മൾ എന്താണോ പ്ലേ ചെയ്യുന്നത് അതും കേൾക്കാൻ സാധിക്കും. എന്നാൽ അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പം അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് എന്താണോ, അതിപ്പോൾ ഒരു മ്യൂസിക്കോ സോങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു മൂവിയോ എന്തോ ആയിക്കോട്ടെ, അതിനനുസരിച്ച് ആ പ്ലേ ചെയ്യുന്ന എന്താണോ അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ഓഡിയോ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യും. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലിയാണ്. അതാണ് ഈ ഒരു അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ ലിസൺ ചെയ്യുന്നത് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. സൗണ്ടിൻ്റെ ആ ഒരു എഫക്ട്സ് അല്ലെങ്കിൽ ഈക്വലൈസർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. പിന്നെ ഉള്ളതാണ് നോയിസ് ഐസൊലേഷൻ. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താണോ കേൾക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ചുറ്റുമുള്ളതൊന്നും അറിയത്തില്ല. ആരടുത്ത് വന്നിരുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. എന്നാൽ അവിടെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് കോൺവെർസേഷണൽ അവയർനെസ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പം നോയിസ് ക്യാൻസലേഷൻ എല്ലാം എനേബിൾഡ് ചെയ്തോളും. നമ്മളൊരു പാട്ടോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കേൾക്കുന്നത് അത് കേട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ സംസാരിച്ചാൽ അപ്പം തന്നെ നമ്മളുടെ ഡിവൈസ് ഇത് ഡിക്റ്റേറ്റ് ചെയ്യും. കാരണം വെളിയിലുള്ള മൈക്രോഫോൺസ് കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ എന്താണോ കേൾക്കുന്നത് അതിൻ്റെ ആ ഒരു വോളിയം അങ്ങ് ലോവർ ചെയ്യും. എന്നിട്ട് നമ്മളോട് വന്ന് സംസാരിക്കുന്നവരോട് അവർ പറയുന്നത് കേൾക്കാനും നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കാനും എല്ലാം വെയിറ്റ് ചെയ്യും. അത് നമ്മൾ ഈ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന എത്ര നേരമാണോ അത്രയും നേരം അത് കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ തന്നെ പോകും. കോൺവെർസേഷൻ എപ്പോൾ സ്റ്റോപ്പ് ആകുന്നോ അപ്പം ഇത് വീണ്ടും അതിൻ്റെ വോളിയം പഴയ പോലെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമുക്ക് കോൺവെർസേഷണൽ അവയർനെസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറും ഇതിലുണ്ട്. സോ മൊത്തത്തിൽ പറയുവാണെങ്കിൽ എയർപോർട്ട്സ് പ്രോയിലുള്ള ഓൾമോസ്റ്റ് 95% ഫീച്ചേഴ്സും നമുക്കിതിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിൽ U1 എന്ന് പറയുന്ന ചിപ്പില്ല. U1 എന്ന് പറയുന്ന അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പാണ്. ആ ഒരു ചിപ്പ് ആപ്പിൾ ഇതിൽ ഈ U1 ചിപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് എൻ്റെ കേസ് അതോടൊപ്പം തന്നെ ബഡ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ U1 ചിപ്പ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയർ ടാഗ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആപ്പിൾ ടിവിയുടെ റിമോട്ടൊക്കെ ഫൈൻഡ് ചെയ്യുന്ന പോലെ കൃത്യമായിട്ടുള്ള പ്രിസൈസ് ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അവസാനമായിട്ട് ഇതിൽ ഈ ബ്ലൂടൂത്ത് 5.3 ആണ് ആപ്പിൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് 3rd ജനറേഷനേക്കാൾ ഫാർ ബെറ്ററാണ്, ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ട്സ് പ്രോ അതായത് ബഡ് ടൈപ്പിലുള്ള എയർപോർട്ടുകൾ നിങ്ങളുടെ ചെവിയിൽ ഇരിക്കത്തില്ല അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും, എന്നാൽ നിങ്ങൾക്ക് എയർപോർട്ട്സ് പ്രോയിലുള്ള പോലത്തെ ANC, അഡാപ്റ്റീവ് ഓഡിയോ അങ്ങനെയുള്ള സകല ഫീച്ചേഴ്സും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ബൈ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഡിവൈസ് അല്ലെങ്കിൽ ആക്സസറിയാണ് എയർപോർട്ട്സ് 4th ജനറേഷൻ വിത്ത് ANC. എന്നാൽ നിങ്ങൾക്ക് നോർമൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് മാത്രമുള്ള ഒരു TWS മതി, എന്നാൽ അത് ആപ്പിളിൽ തന്നെ ആകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ബേസ് മോഡൽ എയർപോർട്ട്സ് 4. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഈ രണ്ട് ഡിവൈസും തമ്മിൽ 5,000 റഫ്ലി അറൗണ്ട് 5,000 വ്യത്യാസമുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പം നിങ്ങൾക്ക് ANC ഉള്ള ഒരു ഡിവൈസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായിരിക്കും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.